ഹലോ കുട്ടികളെ, ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ഇന്നേ വിഷുവിനോടനുബന്ധിച്ചുള്ള ഒരു കഥയാണ് കേട്ടോ. കണിക്കൊന്നയുടെ കഥ. കണിക്കൊന്നയില്ലെങ്കിൽ മലയാളിക്ക് കണി പൂർത്തിയാവുകയില്ല. കണിക്കൊന്നയ്ക്ക് ഇത്രയും പ്രാധാന്യം വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതയെ അന്വേഷിച്ച് പോയ സമയത്ത് സുഗ്രീവനുമായി സൗഖ്യമുണ്ടാക്കി. എന്നിട്ട് ബാലിയെ ഒളിയമ്പെയ്തു കൊന്നു. അതൊരു മരത്തിൻ്റെ പുറകിൽ മറഞ്ഞു നിന്നാണെന്നുള്ള കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ എല്ലാവരും പിന്നീട് ആ മരത്തിനെ ബാലിയെ കൊന്ന മരം എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. അത് പിന്നീട് കൊന്ന മരമായി മാറി. ആ പാവം വൃക്ഷത്തിന് അത് സങ്കടമായി. ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് അങ്ങനെ ഒരു പേര് വന്നല്ലോ എന്ന് അത് ഓർത്തു. അത് ശ്രീരാമസ്വാമിയെ സ്മരിച്ചു. ശ്രീരാമസ്വാമി പ്രത്യക്ഷനായി. മരം ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, എൻ്റെ പുറകിൽ മറഞ്ഞു നിന്ന് ബാലിയെ കൊന്നത് അങ്ങല്ലയോ? ഇപ്പോൾ എല്ലാവരും എന്നെ കൊന്ന മരം എന്നാണ് വിളിക്കുന്നത്. എന്നെ ഈ പേരുദോഷത്തിൽ നിന്ന് രക്ഷിക്കണം. അപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, പൂർവ്വജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു. പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമ ചോദിച്ചുവെങ്കിലും കർമ്മഫലം അനുഭവിക്കുക തന്നെ. കൊന്നമരം എന്ന പേരിൽ നിന്നെ വിട്ടുപോകില്ല. എങ്കിലും എന്നോടുകൂടി ചേർന്നതുകൊണ്ട് നിനക്ക് സൗഭാഗ്യമുണ്ടാകും. സദാ ഈശ്വര സ്മരണയോടുകൂടി ഇരിക്കുക. ഭഗവാന്റെ വാക്കുകൾ കൊന്നമരം അനുസരിച്ചു. സദാ ഈശ്വരനെ ഓർത്തുകൊണ്ടിരുന്നു. അങ്ങനെ കലികാലം ആരംഭിച്ചു. ഗുരുവായൂർ അമ്പലത്തിന്റെ സമീപം ശ്രീകൃഷ്ണനെ കൂട്ടുകാരനായി കണ്ട് കളിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആ ബാലൻ എപ്പോഴും ഉണ്ണിക്കണ്ണനോടുകൂടി കളിക്കുമായിരുന്നു. എപ്പോൾ ആ കുട്ടി വിളിച്ചാലും ഉണ്ണിക്കണ്ണൻ കുട്ടിയുടെ കൂടെ കളിക്കാനായിട്ട് ഓടിച്ചെല്ലും. എല്ലായിടത്തും ഓടി കളിച്ചുകൊണ്ടിരുന്നു. കുട്ടി എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു. പക്ഷെ ആരും ഇത് വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം ഉണ്ണിക്കണ്ണൻ ഒരു ഭക്തൻ നൽകിയ അതിസുന്ദരമായ സ്വർണമാലയും ഇട്ടുകൊണ്ടാണ് കുട്ടിയുടെ കൂടെ കളിക്കാൻ ചെന്നത്. ശ്രീകൃഷ്ണൻ അത് ഇട്ടുകൊണ്ട് ചെന്നപ്പോൾ കുട്ടിക്ക് വളരെ സന്തോഷമായി. അത് കണ്ടപ്പോൾ ആ മാല തനിക്കൊന്നിടണമെന്ന് കുഞ്ഞിന് തോന്നി. കൃഷ്ണൻ കുട്ടിക്ക് ആ മാല ഇടാനായി നൽകി. വൈകുന്നേരം പൂജാരി പൂജ നടത്താനായി അമ്പലത്തിൻ്റെ നട തുറന്നപ്പോൾ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാല കാണാനില്ല. അദ്ദേഹം ആകെ പരിഭ്രാന്തനായി. ഈ സമയത്താണ് കൃഷ്ണൻ നൽകിയ മാലയുമായി കുട്ടി വീട്ടിലെത്തിയത്. അമ്മയും അച്ഛനും കുട്ടിയുടെ കഴുത്തിൽ സ്വർണമാല കടക്കുന്നത് കണ്ട് ആകെ വിഷമിച്ചു. കുട്ടിയെയും കൂട്ടി അവർ അമ്പലത്തിലെത്തി. കുട്ടിയോട് അതിനെക്കുറിച്ച് എല്ലാവരും തിരക്കിയപ്പോൾ കുട്ടി തനിക്ക് കണ്ണൻ തന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല. കുട്ടി മോഷ്ടിച്ചതാണെന്ന് കരുതി കുട്ടിയെ ശിക്ഷിക്കാൻ ഒരുങ്ങി. കുട്ടി തൻ്റെ കഴുത്തിൽ കിടന്ന മാലയൂരി കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കണ്ണാ, നീ എൻ്റെ കൂട്ടുകാരനല്ലേ? ആയിരുന്നെങ്കിൽ നീ എന്നെ രക്ഷിക്കുമായിരുന്നു. സത്യം ഇവരോട് പറയുമായിരുന്നു. നിന്റെ കൂട്ടുകെട്ടും ഈ മാലയും ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് അടുത്ത് കണ്ട കൊന്നമരത്തിലാണ് വീണത്. ആ സമയത്ത് കൊന്നമരം മുഴുവൻ മഞ്ഞപ്പൂക്കളാൽ നിറഞ്ഞു. അതുമാത്രമല്ല, ശ്രീകോവിലിൽ നിന്ന് കണ്ണൻ്റെ ശബ്ദത്തിൽ ഒരു അശരീരിയും കേട്ടു. ഇത് ഞാൻ എൻ്റെ ഭക്തന് നൽകിയതാണ്. കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് എന്നെ കണി കാണുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. അതുമാത്രമല്ല, കൊന്നപ്പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരില്ല. അങ്ങനെ കണിക്കൊന്ന എല്ലാവരുടെയും മനസ്സിൽ പവിത്രമായ സ്ഥാനം നേടി. അതുമാത്രമല്ല, കണിക്കൊന്ന ഇല്ലെങ്കിൽ മലയാളിക്ക് വിഷുക്കണി പൂർത്തിയാവുകയില്ല. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടില്ലേ?